ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 93, 24 ഗുരുക്കന്മാർ. ശ്ലോകം 6. മാബധ്യാസം തരുണ്യ ഗജൈവ വശയാ നാർജയേയം ധനൗഖം ഹർത്താന്യസ്തം ഹി മാധ്വീഹര ഇവ മൃഗവന്മാമുഹം ഗ്രാമ്യഗീതൈ നാദ്യാസജ്ജേയ ഭോജ്യേ ഛഷൈവ ബളിശേ പിംഗളാവന്നിരാശസുപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോന്യൈർനഹന്യൈ. അർത്ഥം: വിഭോ ഭഗവൻ, വശയ പിടിയാനയാൽ, ഗജ ഇവ കൊമ്പനാന എന്ന പോലെ, തരുണ്യ സുന്ദരിയായ യുവതിയാൽ, മാ ബധ്യാസം ഞാൻ ബദ്ധനാകരുത്, ധനൗഖം ധനരാശിയെ, ന ആർജയേയം സമ്പാദിക്കരുത്, മാധ്വീഹര ഇവ തേനെടുക്കുന്നവൻ എന്ന പോലെ, തം ധനത്തെ, അന്യ മറ്റൊരുവൻ, ഹർത്താഹി അപഹരിക്കുമല്ലോ, മൃഗവത് മാനെന്ന പോലെ, ഗ്രാമ്യഗീതൈ ഗ്രാമ്യഗീതങ്ങളാൽ, മാമുഹം മോഹിക്കരുത്, ബളിശെ ചൂണ്ടയിൽ, ഛഷ ഇവ മത്സ്യം എന്ന പോലെ, ഭോജ്യേ ഭക്ഷ്യപദാർത്ഥത്തിൽ, ന അത്യാസജ്ജേയ എനിക്ക് അത്യാസക്തി ഉണ്ടാകരുത്, പിംഗളാവത് പിംഗള എന്ന പോലെ, നിരാശ ആശയില്ലാത്തവനായി, സുപ്യാം ഉറങ്ങണം, സാമിഷ മാംസത്തോടു കൂടിയ, കുരര കുരരപക്ഷി പോലെ, അന്യൈ മറ്റുള്ളവയാൽ, ഭർത്തവ്യയോഗാത് ഭരിക്കപ്പെടേണ്ടവയുടെ യോഗത്താൽ, നഹന്യൈ നശിക്കരുത്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. മാ ബധ്യാസം, ധ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തരുണ്യ, ഗജ ഇവ വശയ, നാർജയേയം, ധനൗഖം, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതേപോലെ ഖം എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഹർത്താന്യ സ്തം ഹി മാധ്വീഹര, ധ്വി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഇവ മൃഗവത്, മാ മുഹം ഗ്രാമ്യഗീതൈ, അവിടെ വിസർഗം. ന അത്യാസജ്ജേയ, നാത്യാസജ്ജേയ, 2 ജ എന്നാണ്, സജ്ജേയ. ഭോജ്യേ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഝഷ, ഛ എന്നുള്ള അക്ഷരം ശ്രദ്ധിച്ചോളൂ. ഇവ ബളിശേ, ചില ബുക്കിലൊക്കെ ബെഡിശേ എന്നുണ്ടാവും. ബളിശേ, പിംഗളാവന്നിരാശ, അവിടെ വിസർഗം. പിംഗളാവത് നിരാശ, അത് ചേർത്തിട്ടാണ് പിംഗളാവന്നിരാശ. സുപ്യാം ഭർത്തവ്യയോഗാത്, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കുരര ഇവ വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. സാമിഷ അന്യൈർ ചേർത്ത് ചൊല്ലുമ്പോൾ സാമിഷോന്യൈർ, സാമിഷ അന്യൈർ, അതാണ് സാമിഷോന്യൈർ, ന ഹന്യൈ. മാബധ്യാസം തരുണ്യ ഗജൈവ വശയാ നാർജയേയം ധനൗഖം ഹർത്താന്യസ്തം ഹി മാധ്വീഹര ഇവ മൃഗവന്മാമുഹം ഗ്രാമ്യഗീതൈ നാത്യാസജ്ജേയ ഭോജ്യേ ഛഷൈവ ബളിശേ പിംഗളാവന്നിരാശസുപ്യാം ഭർത്തവ്യയോഗാത് കുരര ഇവ വിഭോ സാമിഷോന്യൈർനഹന്യൈ. 7ാമത്തെ ശ്ലോകം. വർത്തേയ ത്യക്തമാനസുഖമതിശിശുവന്നിസ്സഹായശ്ചരേയം
കന്യായ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷ ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവ ക്ഷ്മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യ പ്രണീതേഷ്വഹിരിവ നിവസാന്യുന്ദുരോർമന്ദിരേഷു. അർത്ഥം: വിഭോ, ഭഗവൻ, ദേവ, ത്യക്തമാന, മാനവും അപമാനവും വേണ്ടെന്ന് വെച്ച്, ശിശുവത്, ശിശുവെന്ന പോലെ, അതിസുഖം, വളരെ സുഖത്തോടുകൂടി, വർത്തേയ, ഞാൻ കഴിയണം, ഏകശേഷ, ഒന്നായി ശേഷിച്ച, കന്യായാം, കന്യകയുടെ, വലയ ഇവ, വളയെന്ന പോലെ, വർജിതാന്യോന്യഘോഷ, പരസ്പരം മുട്ടിയുണ്ടാകുന്ന ശബ്ദത്തോടു കൂടാത്തവനായി തനിച്ച്, നിസ്സഹായ, നിസ്സഹായനായിട്ട്, ചരേയം, സഞ്ചരിക്കുമാറാകണം, ഇഷുകൃത്, അമ്പുണ്ടാക്കുന്ന ഒരുവൻ, ക്ഷ്മാഭൃതായാനഘോഷം, രാജയാത്രയിലെ വാദ്യഘോഷമെന്ന പോലെ, ത്വച്ചിത്ത, മനസ്സിൽ ലയിച്ചവനായി, പരം, മറ്റൊന്നിനെ, ന അവബുദ്ധ്യൈ, അറിയാതാകണം, അഹി, സർപ്പം, ഉന്ദുരോ, എലിയുടെ, മന്ദിരേഷു ഇവ, മാളങ്ങളിലെന്ന പോലെ, അന്യപ്രണീതേഷു, അന്യഗൃഹങ്ങളിൽ, നിവസാനി, നിവസിക്കുമാറാകണം. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. വർത്തേയ, ത്യക്തമാന, അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സുഖം എന്നുള്ളതിന് ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ഖം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതിശിശുവത്, നിസ്സഹായശ്ചരേയം, കന്യായ ഏകശേഷോ വലയ ഇവ വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വർജിതാന്യോന്യഘോഷ, ഘോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ വിസർഗമുണ്ട്. ത്വത് ചിത്തോ നാവബുദ്ധ്യൈ, ധ്യൈ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. പരം, ഇഷുകൃത് ഇവ ക്ഷ്മാഭൃത, ക്ഷ്മ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അതേപോലെ ഭൃ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. യാനഘോഷം, ഘോ എന്നുള്ളത് ഉറപ്പിച്ചിട്ട് പറയണം. ഗേഹേഷ്വന്യ പ്രണീതേഷ്വഹിർ, പ്രണീതേഷു അഹി, ചേർത്ത് ചൊല്ലുമ്പോൾ പ്രണീതേഷ്വഹിർ ഇവ, നിവസാനി ഉന്ദുരോർ, ചേർത്തിട്ട് നിവസാന്യുന്ദുരോർ, മന്ദിരേഷു. വർത്തേയത്യക്തമാനഃസുഖമതിശിശുവന്നിസ്സഹായശ്ചരേയം, കന്യായ ഏകശേഷോ വലയ ഇവ വിഭോ വർജിതാന്യോന്യഘോഷ ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവ ക്ഷ്മാഭൃതായാനഘോഷം ഗേഹേഷ്വന്യപ്രണീതേഷ്വഹിരിവ നിവസാന്യുന്ദുരോർമന്ദിരേഷു. 8ാമത്തെ ശ്ലോകം. ത്വയ്യേവ ത്വത്കൃതം ത്വം ക്ഷപയസി ജഗദിത്യൂർണനാഭാത് പ്രതീയാം ത്വച്ഛിന്താ ത്വത്സ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാത് വിഡ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ധത്തേ സഞ്ചിന്യമാനോ മമ തു ബഹുരുജാ പീഡിതോയം വിശേഷാത്. അർത്ഥം: ത്വം, അവിടുന്ന്, ത്വത്കൃതം, അങ്ങയുടെ സൃഷ്ടിയായ, ജഗത്, ലോകത്തെ, ത്വയി ഏവ, അങ്ങയിൽ തന്നെ, ക്ഷപയസി, ലയിപ്പിക്കുന്നു, ഇതി, എന്ന്, ഊർണനാഭാത്, 8 കാലിയിൽ നിന്നു, പ്രതീയാം, അറിയണം, ത്വച്ഛിന്താം, അങ്ങയുടെ ചിന്തയെ, ത്വത്സ്വരൂപം, അങ്ങയുടെ സ്വരൂപത്തെ, കുരുത ഇതി, ഉണ്ടാകുന്നു എന്ന്, പേശകാരാത്, വേട്ടാവെളിയനിൽ നിന്നു, ദൃഢം, ഉറപ്പോടെ, ശിക്ഷയെ, പഠിക്കുമാറാകണം, സഞ്ചിന്യമാന, നല്ലവണ്ണം ചിന്തിക്കുന്നവനായി, യാതൊന്ന്, വിവേകം, വിവേകത്തെയും, വിരക്തിം, വിരക്തിയെയും, ധത്തെ, ചെയ്യുന്ന,
ബഹുരുചാപീഡിത വളരെ രോഗപീഡിതനായ മമ എൻ്റെ അയം തു ഈ ശരീരമാകട്ടെ വിശേഷാത് പ്രത്യേകിച്ചു വിഡ്ഭസ്മാത്മ മലഭസ്മമയമായ ദേഹ ച ശരീരവും ഗുരുവര ഗുരുശ്രേഷ്ഠനായി ഭവതി ഭവിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വയി ഏവ ത്വത് കൃതം ത്വം ക്ഷപയസി ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജഗത് ഇത്യൂർണനാഭാത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രതീയാം ത്വത് ചിന്ത ത്വത് സ്വരൂപം കുരുത ഇതി ദൃഢം ഠം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ശിക്ഷയെ ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പേശകാരാത് വിഡ്ഭസ്മാത്മ വിഡ് ഡ് എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ച ദേഹോ ഭവതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഗുരുവരോ യോ വിവേകം വിരക്തിം ധത്തെ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സഞ്ചിന്യമാനോ മമ തു ബഹുരുചാപീഡിതോയം അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. പീഡിത അയം ചേർത്തിട്ടാണ് പീഡിതോയം ബഹുരുചാപീഡിതോയം വിശേഷാത് ത്വയ്യേവ ത്വത്കൃതം ത്വം ക്ഷപയസി ജഗദിത്യൂർണനാഭാത് പ്രതീയാം ത്വച്ചിന്താ ത്വത്സ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാത് വിഡ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ധത്തെ സഞ്ചിന്യമാനോ മമ തു ബഹുരുചാപീഡിതോയം വിശേഷാത്. 9ാമത്തെ ശ്ലോകം. ഹി ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശയത് പ്രേമഹേദോർഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാസ്ത്വത്പദം വിസ്മരന്തി സോയം വഹ്നേശുനോ വാ പരമിഹ പരതഃ സാമ്പ്രതം ചാക്ഷികർണത്തുഗ്ജിഹ്വാദ്യാ വികർഷന്ത്യവശമദയിതഃ കോപി ന ത്വത്പദാബ്ജേ. അർത്ഥം: പവനപുരാധീശ ഗുരുവായൂരപ്പ, മേ എൻ്റെ ദേഹമോഹം ദേഹവിഭ്രമം ഹി ഹി വളരെ കഷ്ടം തന്നെ, ത്യജ അങ്ങ് കളയിച്ചാലും, യത് യാതൊരു, പ്രേമഹേതു സ്നേഹം കാരണമായിട്ട്, ഗേഹേ ഗൃഹത്തിലും, വിത്തേ ധനത്തിലും, കളത്രാദിഷു ച കളത്രത്തിങ്കലും, വിവശിത പരവശരായി, ത്വത്പദം അങ്ങയുടെ പദത്തെ, വിസ്മരന്തി വിസ്മരിക്കുന്ന, സ ആ അയം ഈ ശരീരം, ഇഹ ഈ ഭൂമിയിൽ, പരത ഒടുവിൽ, പരം കേവലം, വഹ്നേ തീയുടെയോ, ശുന വാ പട്ടിയുടെയോ മുതലായിത്തീരുന്നു. സാമ്പ്രതം ച ഈ ജീവിത സമയത്തും, അക്ഷികർണത്വഗ്ജിഹ്വാദ്യാ അവശം കണ്ണ്, കാത്, ത്വക്ക്, നാവ് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ അധീനത്തിലല്ലാത്ത ആത്മാവിനെ, അത ഇത അങ്ങോട്ടും ഇങ്ങോട്ടും, വികർഷന്തി വലിച്ചുകൊണ്ടുപോകുന്നു, ത്വത്പദാബ്ജേ അങ്ങയുടെ പദങ്ങളിലേക്ക്, ന ക അപി ആരും ആകർഷിക്കുന്നില്ല. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഹി ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശ. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. യത് പ്രേമഹേതോർ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാസ്ത്വത്പദം വിസ്മരന്തി. സ അയം സോയം വഹ്നേശുനോ, ന ഹ എന്നാണ് ഉച്ചാരണം, അത് ശ്രദ്ധിച്ചോളൂ. വ പരം ഇഹ പരമിഹ പരതസാമ്പ്രതം. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാമതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ച അക്ഷി കർണ ചാക്ഷി കർണ ത്വഗ്ജിഹ്വാദ്യ വികർഷന്ത്യവശമത ഇത അവിടെ വിസർഗം. ക അപി കോപി
न त्वत्पदाब्जे कोऽपि न त्वत्पदाब्जे हि मे देहमोहं त्यज पवनपुराधीश यत्प्रेम हेदोर्गेः वित्ते കളത്രാദിഷു ച വിവശിതാസ്ത്വത്പദം വിസ്മരന്തി സോയം വഹ്നിശൂനോ വാ പരമിഹ പരതഃ സാമ്പ്രതം ചാക്ഷി കർണത്വഗ്ജിഹ്വാദ്യാ വികർഷന്ത്യവശമദ ഇതഃ കോപി ന ത്വത്പദാബ്ജേ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ഠാം കുരു തവ പദം പങ്കേരുഹേ പങ്കജാക്ഷ നൂനം നാനാഭവാന്തേ സമധിഗതമിമം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്തമാമാ ക്ഷിപവിഷയരസേ പാഹി മാം മാരുദേശ. അർത്ഥം: പങ്കജാക്ഷ, അല്ലയോ വിഷ്ണു, മാരുദേശ, ഗുരുവായൂരപ്പ, ദേഹമോഹ, ദേഹാഭിമാനം, യതി ദുർവാര, തടയാൻ കഴിയാത്തതെങ്കിൽ, തർഹി അധുന, പുന, ആ നിലയ്ക്ക് ഈ ജന്മത്തിൽ തന്നെ, നിശേഷരോഗാൻ, എല്ലാ രോഗങ്ങളെയും, ഹൃത്വ, നശിപ്പിച്ചിട്ട്, തവ, അങ്ങയുടെ, പദപങ്കേരുഹേ, പാദപത്മങ്ങളിൽ, ദൃഢിഷ്ഠാം, ഉറപ്പുള്ള, ഭക്തിം, ഭക്തിയെ, കുരു, ചെയ്താലും, നാനാഭവാന്തേ, അനേക ജന്മത്തിനു ശേഷം, സമധിഗതം, വന്നുചേർന്നതും, മുക്തിദം, മുക്തി തരുന്നതുമായ, ഇമം, ഈ, വിപ്രദേഹം, വിപ്രശരീരം, ക്ഷുദ്രേ, നിസ്സാരമായ, വിഷയരസേ, വിഷയസുഖത്തിൽ, മാമ, ക്ഷിപ, വീഴ്ത്തരുതേ, വീഴ്ത്തരുതേ, ഹാ ഹന്ത, കഷ്ടം, കഷ്ടം, മാം, എന്നെ, പാഹി, രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ദുർവാരോ ദേഹമോഹോ യതി പുനർ അധുന. ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തർഹി, നിശേഷ, രോഗാൻ, ഹൃത്വ, ഭക്തിം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ദൃഢിഷ്ഠാം, ഠി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അതേപോലെ ഷ്ഠാം എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. കുരു, തവ, പദപങ്കേരുഹേ, പങ്കജാക്ഷ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നൂനം, നാനാ, ഭവാന്തേ, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സമധിഗതം, ധി എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അമും, മുക്തിദം, വിപ്രദേഹം, ക്ഷുദ്രേ, ക്ഷു എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഹാ ഹന്ത, മാ മാ, ക്ഷിപ, ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിഷയരസേ, പാഹി മാം മാരുദേശ. ദുർവാരോ ദേഹമോഹോ യദി പുനരധുനാ തർഹി നിശേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ഠാം കുരു തവ പദപങ്കേരുഹേ പങ്കജാക്ഷ. നൂനം നാനാഭവാന്തേ സമധിഗതമിമം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹാഹന്തമാമാക്ഷിപവിഷയരസേ പാഹി മാം മാരുദേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.